ഗൈസ്, വെൽക്കം ടു ദ 1 minute വീഡിയോ. മക്കളെ, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മതിലിന് മുകളിലുള്ള ഒരു കല്ല് 1 സെക്കൻഡ് കൊണ്ട് താഴെ വീഴുന്നുവെങ്കിൽ താഴെ എത്തുമ്പോഴുള്ള അതിന്റെ വെലോസിറ്റി എത്ര എന്നുള്ളത്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ആകെ ബ്ലാങ്ക് ആയി പോകും അല്ലെ. അപ്പൊ ബ്ലാങ്ക് ആവാതിരിക്കാനുള്ള ഒരു സൂപ്പർ ട്രിക്ക് നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം. അതിനു മുന്നേ നമുക്ക് ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. മതിലിന് മുകളിലുള്ള ഈ കല്ലിനെ നമ്മൾ എന്ത് ചെയ്യാണ്, താഴേക്കിടാണ് അല്ലെ. അപ്പോൾ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി, അതായത് ഈ വെലോസിറ്റി എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. എന്തെല്ലാം നമുക്ക് തന്നിട്ടുള്ളത്? ടൈം നമുക്ക് തന്നിട്ടുണ്ട് 1 സെക്കൻഡ് ആണ്. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം അറിയാം അല്ലെ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജി ആയിട്ടാണ് എടുക്കുക. അതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, 10 എടുത്തോളൂ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇത്ര കാര്യങ്ങൾ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മൾ എങ്ങനെ ബാക്കി കണ്ടുപിടിക്കും? അതിനാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്. ഒരു കല്ലിനെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്കിടുന്ന സമയത്ത് എപ്പോഴും അതിന്റെ തുടക്കത്തിലുള്ള വെലോസിറ്റി, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് യു അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞപ്പോഴും 0 ആയിരിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, താഴെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റിയാണ് നമ്മൾ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് അറിയുന്നുണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ജീന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 9.8 ആണ്. അത് നമ്മൾ 10 ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലെ. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10 എടുത്തോളൂ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. അത് മാത്രമല്ല, ഈ ജീന്റെ വാല്യൂ ഈ കേസുകളിൽ പോസിറ്റീവ് ആയിരിക്കും. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്? ടി ഉണ്ട്, വി ഉണ്ട്, യു നമുക്കറിയാം അത് 0 ആണ്. ഏത് ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക? വി കണ്ടുപിടിക്കാൻ അല്ലെ. അതിനാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ പ്രധാനപ്പെട്ട 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ എക്ക് പകരം ജി കൊടുക്കുന്നു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻസ് ഏത് പ്രകാരമായിട്ട് മാറും? ഈ പ്രകാരമായിട്ട് മാറും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ആണ്. സോ വി ക്യാൻ യൂസ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി എന്ന് പറയുന്ന ഇക്വേഷൻ സൂപ്പർ ആയിട്ട് ഉപയോഗിക്കാം അല്ലെ. ജിന്റെ വാല്യൂ ഇവിടെ നമുക്ക് 10 തന്നിട്ടുണ്ട്. 10 പോസിറ്റീവ് ആണ്, കാരണം മുകളിൽ നിന്നും താഴേക്ക് ഇടുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. സോ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ v is equal to u plus gt. സോ u എത്രയാകും? 0 ആണ്, g 10 ആണ്. ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. സോ വി വിൽ ഗെറ്റ് 10 meter by second. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, മാസും ഭാരവും, മാസും വെയിറ്റും തമ്മിലുള്ള ഏതെങ്കിലും 2 വ്യത്യാസങ്ങൾ താഴെ കമന്റ് ചെയ്യുക.